ആത്മവിശ്വാസവും അർപ്പണബോധവും ഉണ്ടെങ്കിൽ സ്ത്രീകൾക്ക് എല്ലാ മേഖലകളിലും 100 മേനി വിജയം നേടാൻ കഴിയുമെന്ന പ്രമുഖ വനിതാ സംരംഭക ഷീല കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി കേരള വിഷൻസിനോട്. വനിതാ ദിനത്തിൽ ഷീല കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളിയുമായി നടത്തിയ അഭിമുഖം കാണാം. ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനം. ഈ വനിതാ ദിനത്തിൽ നമുക്കൊപ്പം ഒരു വിശിഷ്ട അതിഥിയുണ്ട്. എല്ലാവർക്കും ആ അതിഥിയെ അറിയാം. മാം, കേരള വിഷൻ ന്യൂസിലേക്ക് ആദ്യം തന്നെ സ്വാഗതം. ഒപ്പം തന്നെ വിമൻസ് ഡേയുടെ എല്ലാവിധ ആശംസകളും. എന്താണ് ഈ വിമൻസ് ഡേയിൽ നമ്മളുടെ സ്ത്രീകൾക്ക് നൽകുന്ന സന്ദേശം? എനിക്ക് തോന്നുന്നു ഓരോ പെൺകുട്ടിയെ വളർത്തുമ്പോഴും അവൾ സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് ചെറുപ്പം മുതലേ തന്നെ പരിശീലിപ്പിക്കുക, അതിനുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുക, സ്വന്തം ഒരു ജോലിയും അങ്ങനെ സ്വന്തമായിട്ടുള്ള ജീവിക്കാനുള്ളൊരു പ്രാപ്തിയാക്കുക എന്നുള്ളതാണ് ഈ വിമൻസ് ഡേയിൽ എനിക്ക് തരാനുള്ളൊരു മെസ്സേജ്. എല്ലാ മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ആൺകുട്ടികളെ മാത്രം പഠിപ്പിക്കുക, പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ വേണ്ടി വളർത്തുക എന്നുള്ള ആ ഒരു പതിവ് മാറ്റിയിട്ട് ഓരോ പെൺകുട്ടികളെയും സ്വന്തം കാലിൽ നിൽക്കാൻ പരിശീലിപ്പിക്കുക, അതിന് പഠിപ്പിക്കുക, അതിന് എഡ്യൂക്കേഷൻ കൊടുക്കുക, ഒരു ജോലിയാക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് മതി വിവാഹം. ഇതാണ് എനിക്ക് വിമൻസ് ഡേ ആയിട്ട് എല്ലാ മാതാപിതാക്കളോടും നാട്ടുകാരോടും സൊസൈറ്റിയോടും എല്ലാം പറയാനുള്ളത്. ഒരുപാട് യുവതികൾ ഈ സംരംഭ രംഗത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ യങ്സ്റ്റേഴ്സ്. അപ്പോൾ അവരോട് മാമിന് എന്താണ് പറയാനുള്ളത്? ഒരു ബിസിനസ്സിലേക്ക് വരുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഒരു സ്ത്രീ എന്ന നിലയിൽ ഏതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? കാരണം ഒരുപാട് റിസ്ക് ഫാക്ടറുകളുണ്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ. അപ്പോൾ അതിനെന്താണ് പറയാനുള്ളത്? ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ അതിലെപ്പോഴും ഒരു റിസ്ക് ഫാക്ടർ ഉണ്ടെന്നുള്ളതൊരു സത്യമാണ്. പിന്നെ ബിസിനസ് എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളതല്ല. അതുകൊണ്ടാണ് ഒരു 100 പേര് ബിസിനസ് തുടങ്ങുന്നുണ്ടെങ്കിൽ 5 പേരൊക്കെ ആയിരിക്കും വിജയിക്കുന്നത്. അപ്പോൾ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് വിജയിക്കാനായിട്ട്. ഒന്നാമത് തന്നെ പ്രോഡക്റ്റിനെ കുറിച്ചിട്ടുള്ളൊരു നോളജ് വേണം. പിന്നെ എവിടെയാണ് ജോലിക്കാരെ കിട്ടുക, ഏതാണ് അതിൻ്റെ മാർക്കറ്റ്, പിന്നെ നല്ലൊരു ലീഡറായിരിക്കണം. കാരണം താഴെയുള്ളവരെയൊക്കെ ഒരു നല്ല ലീഡർഷിപ്പിൽ കൊണ്ടുപോകുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. പിന്നെ എന്താ പറയുക, നമുക്ക് അറിയുന്ന ഒരു സാധനങ്ങൾ മാത്രമേ നമ്മൾ ഉണ്ടാക്കാൻ പാടുള്ളൂ. അതിനെക്കുറിച്ച് നന്നായിട്ട് പഠിച്ചതിന് ശേഷം, മാർക്കറ്റിനെ കുറിച്ചും എല്ലാം പഠിച്ചതിന് ശേഷം മാത്രം കാലെടുത്ത് വെക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോവാതെ ഏറ്റവും കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഒരു ബിസിനസ് തുടങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ അത്രയും റിസ്ക് കുറയും. പിന്നെ എന്താ പറയുക, നന്നായിട്ട് പരിശ്രമിക്കാൻ തയ്യാറുള്ളവർ മാത്രം ഈ രംഗത്തേക്ക് വരുന്നതായിരിക്കും നല്ലത്. കാരണം വളരെ ഒരു കംഫർട്ട് സോണിൽ നിന്നിട്ട് ജീവിക്കാനായിട്ട് ഇഷ്ടമുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതല്ല ബിസിനസ്. കാരണം ബിസിനസ് എന്ന് പറഞ്ഞാൽ നമുക്ക് 24 മണിക്കൂറും നമ്മുടെ തലയിൽ അത് വേണം. കാരണം നമ്മൾ വളർന്നില്ലെങ്കിൽ ബാക്കിയുള്ളവർ വളർന്ന് നമ്മുടെ ചവിട്ടി താഴ്ത്തും. അതാണ് ബിസിനസ്. ലോകം എന്ന് പറഞ്ഞാൽ ഒരു ദയയില്ലാത്ത ഒരു ലോകമാണ് ബിസിനസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിനെ അരയും തലയും മുറുക്കി രാവും പകലും കഷ്ടപ്പെടാൻ തയ്യാറുള്ളവർ മാത്രമാണ് ബിസിനസ് രംഗത്തേക്ക് വരേണ്ടത്. പിന്നെ പുതിയ തരം ബിസിനസ്സുകളുണ്ട്, അതൊക്കെ ഓൺലൈനും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് കഷ്ടപ്പെടാത്ത, ഒരുപാട് പെട്ടെന്ന് വളരുന്ന ബിസിനസ്സുകളുണ്ട്. എന്നാൽ പോലും നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ബിസിനസ്സിലേക്ക് കാലെടുത്ത് വയ്ക്കാനായിട്ട്. പിന്നെ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഞാൻ വിജയിക്കും, എനിക്ക് വിജയിച്ചേ പറ്റുമെന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ചിരിക്കും. പിന്നെ കുറച്ച് ധൈര്യം ഒക്കെ വേണം നമ്മുടെ നാട്ടിൽ ബിസിനസ് ചെയ്യണമെങ്കിൽ എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഈ അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിൽ ഇപ്പോൾ ന്യൂസിലാൻഡിൽ പ്രധാനമന്ത്രി പദത്തിലേക്ക് ഒരു സ്ത്രീ എത്തിക്കഴിഞ്ഞു, ബ്രിട്ടനിൽ എത്തിക്കഴിഞ്ഞു, അമേരിക്കയുടെ വൈസ് പ്രസിഡൻ്റായി ഒരു സ്ത്രീ എത്തിക്കഴിഞ്ഞു. നമ്മൾ ഇന്ത്യയിൽ സ്ത്രീ മുന്നേറ്റം അത്തരത്തിൽ വേണ്ടതല്ലേ? ഇന്ദിരാഗാന്ധിക്ക് ശേഷം ഒരു ധീര വനിത നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഭരണസിരാ കേന്ദ്രങ്ങൾ എത്തിക്കാൻ വേണ്ടതല്ലേ? അപ്പം ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സൊക്കെ ശരിക്കും ഇത്തരത്തിൽ മുന്നേറാൻ ആഗ്രഹിക്കുന്ന ആളുകളല്ല, പൊളിറ്റിക്കലി ഇൻവോൾവ്മെൻറ്റ് നടത്താൻ ആഗ്രഹിക്കുന്ന ആളുകളല്ല, അവർ മറ്റ് രാജ്യങ്ങളിലേക്ക് കുടിയേറുന്ന ഒരു അവസ്ഥയാണ്, പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ. അവരോട് മാമിന് എന്താണ് പറയാം? നമ്മുടെ നാട്ടിൽ കുട്ടികൾക്ക് നിൽക്കാനായിട്ടൊരു നമ്മളതിനൊരു വേദി ഉണ്ടാക്കി കൊടുത്താലല്ലേ കുട്ടികൾ ഇവിടെ നിൽക്കുകയുള്ളൂ. ഇവിടെ ഒരു ജോലിയില്ല. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ എന്ത് ചെയ്യണം? ഇവർക്ക് എല്ലാവർക്കും പുറത്ത് ജോലി വേണം. ഇനിയിപ്പോൾ ജോലി കിട്ടി തന്നെ നമ്മുടെ നാട്ടിൽ ജീവിച്ചു പോകണമെങ്കിലും നല്ല ദുരിതമാണ്. ഇപ്പോൾ അത് ഒരാഴ്ചയായിട്ട് ഇവിടെ നമ്മൾ വിഷം ശ്വസിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള എന്താ പറയുക, എല്ലാ സ്ഥലത്തും രാഷ്ട്രീയം കൂട്ടിക്കലർത്തിയിട്ട് രാഷ്ട്രീയത്തിൻ്റെ ഒരു അതിപ്രസരം തന്നെയാണ് ഇവിടെ കാണുന്നത്. വേസ്റ്റ് മാനേജ്മെൻറ്റിലും അവിടെയും രാഷ്ട്രീയം, കോളേജിൽ വന്നാൽ അവിടെ രാഷ്ട്രീയം, പോലീസിൽ വന്നാൽ അവിടെ രാഷ്ട്രീയം, എവിടെയും രാഷ്ട്രീയം. അപ്പോൾ എന്താ പറ്റണമെന്ന് വെച്ചാൽ മര്യാദയ്ക്ക് നന്നായിട്ട് ജീവിച്ചു പോകാനായിട്ട് ഇവിടുത്തെ യങ്സ്റ്റേഴ്സിന് സാധിക്കുന്നില്ല. അപ്പം ഇനി പൈസ ഉണ്ടാക്കിയാൽ പോലും ഇവിടെ ഒരു സമാധാനത്തിൽ സന്തോഷത്തിൽ അവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. കാരണം അതിനുള്ള ഫെസിലിറ്റീസ് ഇല്ല, നല്ലൊരു ഫുട്പാത്ത് ഇല്ല, നല്ല റോഡില്ല, അല്ലെങ്കിൽ പാലങ്ങളില്ല. ഇവിടുന്ന് ഒരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ 4 മണിക്കൂർ കാറിലിരിക്കണം. അപ്പോൾ അവർ പുറത്ത് പോയിട്ട് പഠിക്കുമ്പോൾ അവിടെ നോക്കുമ്പോൾ 200
200-300 കിലോമീറ്റർ പോകാനായിട്ട് ഒരു മണിക്കൂർ മതി അവർക്ക്, അല്ലെങ്കിൽ 2 മണിക്കൂർ മതി. ഇവിടെയാണെങ്കിൽ അവരുടെ ഒരു ദിവസം മുഴുവൻ പോകുന്നു. അപ്പോൾ അങ്ങനെ അവിടെ പോയിട്ട് ആ സൗകര്യങ്ങൾ കാണുമ്പോൾ അവർക്ക് തിരിച്ചു വരാൻ തോന്നുന്നില്ല. അതാ എനിക്ക് തോന്നണത്. അല്ലാതെ അവർക്ക് അച്ഛനെയും അമ്മേനെയും പിരിയാൻ വിഷമമില്ലാഞ്ഞിട്ടല്ല, അവർക്ക് ഇവിടെ ജീവിക്കാനുള്ള സാഹചര്യം ഇല്ല. പ്രത്യേകിച്ച് പുറത്ത് പോയി കണ്ടു കഴിഞ്ഞിട്ട് ഇവിടെ വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, പുറത്ത് നമ്മൾ എന്തൊരു കംഫർട്ടബിളായിട്ടാണ് കാർ ഓടിക്കാനും അല്ലെങ്കിൽ ലൈഫും. കൊതുകില്ല. ഇപ്പം എനിക്ക് വലിയൊരു തോട്ടമുണ്ട്, പുറത്ത് എൻ്റെ ഗാർഡനിലിരിക്കാനേ എനിക്ക് പറ്റില്ല കൊതുക് കാരണം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഹെൽത്തിനെയും നമ്മുടെ ജീവിതവും സുഖകരമാക്കാൻ വേണ്ടിയിട്ട് ഈ ഭരണാധികാരികളൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതാണ് മെയിൻ കാര്യം. അതിനൊരു മുൻതൂക്കം പണ്ടൊക്കെ ഉണ്ടായിരുന്നു, കൊതുകിന് മരുന്ന് കളിക്കൽ, അതൊക്കെ. ഇപ്പം അതൊന്നും ഇല്ല. എല്ലായിടത്തും അഴിമതിയുടെ കൂത്തരങ്ങായിട്ടുണ്ടെന്നുള്ളതിന് യാതൊരു സംശയമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അതുതന്നെയാണ് ഇവിടുത്തെ കുട്ടികളൊക്കെ പണത്. അവർക്ക് ഈ അഴിമതിയിൽ ജീവിക്കാൻ അറിയില്ല, അവർക്ക് കൈക്കൂലി കൊടുത്ത് ജീവിക്കാൻ അറിയില്ല. അതുകൊണ്ടാണ് അവർ രക്ഷപ്പെടുന്നത്. ഈ വനിതാ ദിനത്തിൽ വളർന്നു വരുന്ന ഓരോ കുട്ടികളോടും നമ്മളുടെ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളോടൊക്കെ മാമിന് എന്ത് സന്ദേശം നൽകാനുള്ളത്? ഞാൻ കുട്ടികളോട് പറയുക, നിങ്ങൾ എപ്പോഴും നല്ലൊരു ആരോഗ്യമുള്ള ശരീരം വേണം. അതിനെന്നും 1 മണിക്കൂറെങ്കിലും നിങ്ങൾ കളിച്ച് നല്ല ആരോഗ്യം ആദ്യം തന്നെ വേണം. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് പഠിച്ച് നല്ലൊരു എല്ലാവരും സ്വന്തം കാലിൽ നിൽക്കണം. ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ എല്ലാവരും അത് വ്യത്യാസമില്ലാതെ തന്നെ എല്ലാവരും സ്വന്തം കാലിൽ നിൽക്കണം എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ എന്നാലേ നമ്മൾ ഒരു നാട് പുരോഗതി പ്രാപിക്കണമെങ്കിൽ അവിടെയുള്ള ഓരോരുത്തരും അതിനുവേണ്ടി അധ്വാനിക്കണം, അല്ലേ? അപ്പോൾ പൊതുവേ നമ്മുടെ നാട്ടിലെ ഒരു മലയാളികൾക്ക് പ്രത്യേകിച്ചും ഒരു മടി കയറിയിട്ടുണ്ട്. കാരണം ആ ജോലി ചെയ്യില്ല, ഈ ജോലി ചെയ്യില്ല, അങ്ങനെയുള്ള. ആ സമയം അവർ ദുബായിലോ വേറെ എവിടെയും പോയി എല്ലാ ജോലിയും ചെയ്യും, ബാത്റൂം കഴുകണോ എല്ലാം ചെയ്യും, അറബികളുടെ നടിയൊക്കെ മേടിക്കും, എന്നാലും അവർക്കൊരു കുഴപ്പമില്ല. ഈ എന്താ പറയുക, ഒരു ഫാൾസ് ഒരു പ്രസ്റ്റീജ്, ദുരഭിമാനം എന്ന് പറയും. അഭിമാനം ഇല്ല, ദുരഭിമാനം. ആ ദുരഭിമാനം എടുത്തു കളഞ്ഞാൽ തന്നെ നമ്മുടെ നാട് നേരെയാവും. കാരണം അതുകൊണ്ടാണല്ലോ നമ്മുടെ നാട്ടിൽ ജോലിയില്ല എന്ന് പറയുകയും ചെയ്യും, തൊഴിലില്ലാ വേതനം കൊടുക്കുകയും ചെയ്യും. ജോലി ചെയ്യണമെങ്കിൽ കൽക്കട്ടയിൽ നിന്നും ബീഹാറിൽ നിന്നും ഒറീസയിൽ നിന്ന് ആൾക്കാർ വരികയും വേണം. അപ്പോൾ തന്നെ നമുക്ക് അതിൽ നിന്ന് വ്യക്തമല്ലേ. അപ്പോൾ ജോലി ഇല്ലാഞ്ഞിട്ടല്ല, ജോലി ചെയ്യാൻ തയ്യാറല്ല. അതാണ് നമ്മൾ ആദ്യം എടുത്ത് കളയേണ്ടത്. വളരെയധികം നന്ദി മാം, കേരള വിഷൻ ന്യൂസിനൊപ്പം ഇത്ര നേരം പങ്കുവെച്ചതിന്.